വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഹനഫി ഫിഖിൽ 2 വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ആ ഹദീസിന്. ഒന്ന് തൊപ്പിയിട്ടിട്ട് അതിന്റെ ചുറ്റും കെട്ടലാണ് എന്ന്, അല്ല തൊപ്പി ഇടാതെ ഇവിടെ ഇങ്ങനെ ഉച്ചി കാണുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റും കെട്ടുക. അതാണ് ഈ തോർത്തുകൊണ്ടൊക്കെ കെട്ടുന്ന ഈ ചുമട്ട് തൊഴിലാളികൾ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാണ്. തൊഴിലാളികളൊക്കെ കെട്ടുന്ന അവരിങ്ങനെ ചുറ്റുമാണല്ലോ കെട്ടുക, തല മുകൾ ഭാഗം ഇങ്ങനെ തുറന്നു കിടക്കും. അപ്പൊ ആ തൊപ്പി ഇല്ലാതെ അങ്ങനെ മുകൾ ഭാഗം തുറന്നു കിടക്കുന്ന രൂപമാണ് വിലക്കിയത്. തൊപ്പിയിട്ട വിലക്കില്ല എന്നൊരു അഭിപ്രായവും. അല്ല, തൊപ്പി ഇട്ടാലും എന്താണ്, തലയുടെ ചുറ്റും ജാനിബിൽ വശങ്ങളിൽ മാത്രം ഈ തലപ്പാവ് വരിക, മുകളിൽ മറയാതിരിക്കുക. തലപ്പാവ് കൊണ്ട് മറയാതിരിക്കുക, തൊപ്പി കൊണ്ട് മറഞ്ഞാലും ശരി, തലപ്പാവ് കൊണ്ട് മറയാതിരിക്കുക, അത് വിലക്കിയതാണ് എന്ന് ഹനഫികളായ ഫുഖഹ ഒരു അയിമ്മത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് കൂടി പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഖിലാഫുകൾ പരിഗണിക്കണമല്ലോ. നല്ല രൂപം എങ്ങനെ വരും, ആ തൊപ്പി ഉണ്ടെങ്കിലും ആ തൊപ്പി മറയുന്ന രീതിയിൽ അതിന്റെ മുകളിലൂടെ ഈ തലപ്പാവിന്റെ ഒരു ഭാഗം ഇട്ടുകൊണ്ട് മറച്ചു കെട്ടുക എന്നുള്ളതാണ് അതിന്റെ നല്ല രൂപം.